3i അറ്റ്ലസിന്റെ ഇമേജിന് വേണ്ടിയുള്ള നാസയുടെ ലൈവിന് മുൻപ് 2-3 കോയിൻസിഡൻസ് വന്ന് പറയണമെന്ന് തോന്നിയതുകൊണ്ട് വന്നതാണ്. അതായത് 2017 ഒക്ടോബറിൽ നമ്മൾ ഔമുഅമ എന്ന് പറയുന്ന ആദ്യത്തെ ഇൻഡസ്ട്രിയൽ കോമറ്റിനെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അതായത് 2017 അവസാനം മുതൽ 2018 വരെയുള്ള വർഷക്കാലമാണ് ഇന്നോളം നമ്മുടെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സംഭവിച്ചതെന്നാണ് റെക്കോർഡ്സ് പറയുന്നത്. ഏത് കോണ്ടിനെന്റ് എടുത്താലും അവിടെയൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റർ പ്രശ്നമായിരുന്നു. അറ്റ്ലാന്റിക്കിലെ ചുഴലിക്കൊടുങ്കാറ്റ് 265 ബില്യൺ കറൻസിയുടെ നാശനഷ്ടം ഉണ്ടാക്കി. മെക്സിക്കോയിലെ ഭൂമികുലുക്കം റിക്ടർ സ്കെയിലിൽ 8.2. നമ്മുടെ കൊച്ചു കേരളത്തിലെ പ്രളയം 2018 ഓഗസ്റ്റിലായിരുന്നു. അതേപോലെ തന്നെ വലിയൊരു എർത്ത് സുനാമിയും ഇന്തോനേഷ്യയിൽ ഉണ്ടായതും 4300ഓളം ആളുകൾ മരിച്ചതും ഏഷ്യ അന്നോളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും എന്താ പറയുക ആൾ നഷ്ടം ഉണ്ടാക്കിയ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിരുന്നു. അതിനുശേഷം അത് മാത്രമല്ല 2017 അവസാനത്തോടെയാണ് നമ്മൾ ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, ബേർഡ് ഫ്ലൂ, H5N5 ഇതുപോലെയുള്ള പല രോഗങ്ങളും പേരുകൾ കേട്ടു തുടങ്ങി. ഡെങ്കി നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും അത്രയും നമ്മുടെ നാട്ടിൽ ഇത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു സാധനം അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. കോളറയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഡെങ്കി ഇല്ല, ചിക്കൻ ഗുനിയ ഇല്ല. അത് കഴിഞ്ഞ് 2019 ബോറിസോവ് എന്ന് പറയുന്ന സാധനം നമ്മുടെ രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ കോമറ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് വരുന്നു. പിന്നെ ഒന്നും പറയണ്ടല്ലോ, 2019 കോവിഡ് സമയമായിരുന്നു. ഞാൻ പ്ലാനറ്റ് 9 എഴുതിയ സമയത്ത് എൻ്റെ മനസ്സിൽ ഈ ഒരു കണക്ഷൻ കിടന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ക്ലൈമാക്സും കാര്യങ്ങളും ഒക്കെ ക്ലൈമാക്സ് വായിച്ചിട്ടുള്ളവർക്കറിയാം. അതിനെ ഒരു തരത്തിൽ ഞാൻ കോവിഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ട് ചെയ്യാൻ കാരണം ഇങ്ങനെയുള്ളൊരു എൻ്റെ വിയേർഡായിട്ടുള്ളൊരു ചിന്തയായിരിക്കാം. വളരെ മര്യാദയ്ക്ക് ചിന്തിക്കണമൊക്കെ ഉണ്ട്, പക്ഷെ അറിയാതെ ഇങ്ങനെ ത്രില്ലറൊക്കെ എഴുതുന്നതിൻ്റെ കുഴപ്പമാണ്, നമ്മളിങ്ങനെ ചിന്തിച്ചു പോവും. 2025 ഇതാ ഇപ്പം 3i അറ്റ്ലസ് വന്നിട്ടുണ്ട്. ഇനി എന്താണ് വെച്ചേക്കുന്നതെന്ന് തമ്പുരാന് മാത്രം അറിയാം. കാരണം ഈ കാരണം കൊണ്ടാണ് എൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ ഈ നാസയുടെ അപ്ലോഡിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരു 100ഓളം മെസ്സേജസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് പറയല്ല, എനിക്ക് ഇത്രയും മെസ്സേജ് കിട്ടാറില്ല കേട്ടോ. പക്ഷേ കിട്ടിയതിൽ പകുതിയോളം ആൾക്കാരും എന്നോട് ചോദിച്ചത് ഞാൻ ഇതിനകത്ത് എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ്. എൻ്റെ നോട്ടത്തിനും കാഴ്ചയ്ക്കും ഒന്നും ഒരു പ്രാധാന്യവും ഇല്ലയെന്ന് എനിക്കറിയാം. ഞാനൊരു സാധാരണ സയൻസ് ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരിയാണ്. അപ്പോൾ ചോദിച്ച നിലയ്ക്ക് എൻ്റെ തോന്നൽ ഇതാണ്, ഞാൻ ഇങ്ങനെയൊക്കെ കയറി ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ വിശ്വാസം ഇതൊരു സ്പേസ് ക്രാഫ്റ്റ് എന്നുള്ള ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് എന്നൊന്നും അല്ല, ഈ പണ്ടാരം ഇനി അടുത്ത് എന്താ വെച്ചേക്കുന്നതെന്നാണ്. അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ട്. കാരണം ഈ മുന്നത്തെ 2 കണക്ട് ചെയ്ത് ചിന്തിച്ചപ്പോൾ കിട്ടിയ ഉത്തരങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇനി എന്താണ് നല്ലതായിട്ട് ചിന്തിക്കാൻ ആഗ്രഹമുണ്ട്. നന്നായാൽ മതിയായിരുന്നു, എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വന്നാണെങ്കിലോ. ഇനി